2026 മുഖ്യമന്ത്രി ആരാകും എന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ തർക്കം തന്നെ. കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നത് ചിന്തിച്ച് ദിവാസ്വപ്നം കാണുകയാണ് സതീശനും ചെന്നിത്തലയും. കൂട്ടത്തല്ല് നടന്നാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. എന്നാൽ ഇടതുപക്ഷം ഒരു വിപ്ലവ മാറ്റം കൊണ്ടുവരാനാണ് സാധ്യത. കേരള ചരിത്രത്തിൽ തന്നെ യുവാക്കളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കാനാണ് CPM-ന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പദവി യുവാക്കൾക്ക് കൈമാറാനുള്ള മാസ്റ്റർ പ്ലാനിംഗ് ആണ് അരങ്ങിൽ നടക്കുന്നത്. വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ അംഗമായ A റഹീമിനെ ജനങ്ങൾക്കിടയിൽ ഇറക്കിവിട്ട് ജനമനസ് യുവാക്കൾക്ക് ഒപ്പമാണ് എന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമായാണ് TP രാമകൃഷ്ണനും ഗോവിന്ദൻ മാസ്റ്ററും ഇതിനെ കാണുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ A റഹീം ജയിക്കും എന്നതിൽ CPM-ന് ഒരു തർക്കവുമില്ല. ഡിവൈഎഫ്ഐയുടെ വളർച്ചയ്ക്ക് A റഹീം വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. കേരളത്തിൽ ഡിവൈഎഫ്ഐക്ക് ഒരു മുഖം ഉണ്ടാക്കിയെടുക്കുന്നതിൽ A റഹീം വലിയ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. ചാനൽ ചർച്ചകളിൽ പതിവായി പങ്കെടുത്ത് എതിർ പാർട്ടിക്കാരുടെ നാവടപ്പിക്കുന്ന റഹീം ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമല്ല. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം നൽകി നിയമസഭയിലേക്ക് ആദ്യം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ CPM-ന് മുന്നിലുള്ളത്. മന്ത്രിയായിരിക്കുന്ന MP രാജേഷിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ പണി അല്പം കൂടുതൽ തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ മുതൽ ഇറങ്ങിച്ചെല്ലുക എന്ന ഉത്തരവാദിത്തമാണ് MP രാജേഷിന് മുന്നിലുള്ളത്. യുവാക്കൾക്ക് മുഖ്യമന്ത്രി ചുമതല കൊടുക്കുന്നതിലൂടെ രാജ്യത്തിൽ തന്നെ കേരളം ഒരു മാതൃകയാകപ്പെടും എന്നുള്ള മെസ്സേജ് ആണ് പാർട്ടി നൽകുന്നത്. പണ്ട് രാജൻ കേസ് കാരണം കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 36 ആയിരുന്നു. ആ റെക്കോർഡ് തിരുത്താൻ ഒന്നുമല്ല പാർട്ടി നോക്കുന്നതെങ്കിലും അത് തിരുത്തപ്പെടാനുള്ള സാധ്യതകളും വളരെ വിരളം തന്നെയാണ്. കാരണം A റഹീമിന് 40 കഴിഞ്ഞിരിക്കുകയാണ്, MP രാജേഷിനെ നോക്കുകയാണെങ്കിൽ 50 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്വരാജിനെ എടുക്കുകയാണെങ്കിലും 40 കഴിഞ്ഞ വ്യക്തി തന്നെയാണ് സ്വരാജിനും അടുത്ത തെരഞ്ഞെടുപ്പ് ഒരു നിർണായക പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവി സ്വരാജിനെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് സ്വരാജ് പ്രവർത്തിക്കുന്നത്. പിണറായി തന്നെ ക്യാപ്റ്റനായി തുടരണം എന്ന് പലരും ഉന്നയിക്കുന്നുമുണ്ട്. ഒരു മികച്ച ഭരണമാണ് പിണറായി സർക്കാരിൻ്റെത് എന്നുള്ള സന്ദേശം അടുത്ത തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്ക് നൽകാൻ പിണറായി തന്നെ നയിക്കണം എന്നാണ് പാർട്ടിക്കുള്ളിലെ മറ്റൊരു വാദം. എന്തായാലും 2026 ആരാകും മുഖ്യൻ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്.